വെൽക്കം ബാക്ക്. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുടെ INB ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് നമ്മളെ റൈഡിലെ പാർട്ട്നേഴ്സാണ്. വിശാഖ് ഏട്ടൻ, പിന്നെ നിധു ബ്രോ. രണ്ടുപേരും കോഴിക്കോടും സ്റ്റാർട്ട് ചെയ്ത് KBR മോട്ടോഴ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്ത്. ഞാൻ 2.5 മണിക്കൂർ വൈകിയോണ്ട് തന്നെ ഫ്ലാഗ് ഓഫിനൊന്നും നിന്നില്ല, പെട്ടെന്ന് പോരെ. പിന്നെ പോകുന്ന വഴിക്ക് നമ്മുടെ ഹൈദർക്കാട് തട്ടുകടയിൽ പോയി, നമ്മുടെ റാസ് കഫേ കാസർഗോഡ്. അവിടെ പോയി നമ്മുടെ ഹൈദർഖാനെ പരിചയപ്പെട്ട് ആളുടെ മോനെ കണ്ടു. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് റൈഡർമാരെ പരിചയപ്പെട്ടിരുന്നു. അതിൽ ഒരാൾ നമ്മുടെ കൂടെ ഇന്നലെ താമസിച്ചിരുന്നു. അനു എന്നല്ല, അനു ട്രിവാൻഡ്രം തുടങ്ങിയത്, മിഞ്ഞാൻ തുടങ്ങിയതാണ്. 8-ാം തീയതി തുടങ്ങി ട്രിവാൻഡ്രത്ത്. FC അഡിക്സ് എന്ന ഗ്രൂപ്പാണ് അദ്ദേഹത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്ത് കൊടുത്തത്. അദ്ദേഹം സോളോ ആണ്, കാശ്മീർ വരുള്ളൂ. കുന്തപ്പുരയില് നമ്മൾ കൂടെ താമസിച്ചിരുന്നു അവന്. പിന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി, നമ്മൾ ഏതാണ്ട് 6:30 ഇറങ്ങി. അവൻ ഏതാണ്ട് 8 മണിയാകുമ്പോഴത്തേക്ക് അവനും ഇറങ്ങി. പിന്നെ ഇന്നലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന വ്ളോഗ് ഇടാൻ പറ്റിയില്ല. ഇന്നലെയും അതേപോലെ ഇന്നും രണ്ടും തിരക്കായിരുന്നു. കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് ക്യാമറയുടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ മഴയായിരുന്നു. പോരാത്ത ഇന്ന് പൂനെ എത്തേണ്ടിണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 600 കിലോമീറ്റർ ഇന്ന് കവർ ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോസ് അധികം എടുത്തില്ല, പക്ഷെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം പ്രധാനമായിട്ട് നമ്മൾ ഹൈദർബായിനെ കണ്ടു. കാസർഗോഡ് അദ്ദേഹത്തിൻ്റെ റാസ് കഫേയിൽ, കാസർഗോഡ് മംഗലാപുരം ഹൈവേയിൽ സൈഡിൽ കാണാവുന്ന ഒരു കഫേയാണ്. റൈഡർമാർക്കിടയിൽ വളരെ ഏറെ അറിയപ്പെടുന്ന ഒരു കടയാണ് ഹൈദർബായിയുടെ. ഹൈദർബായി ഇതേപോലെ ഒരു സഞ്ചാരിയാണ്. നമ്മൾ പോകുന്ന അന്ന് രാവിലെ അവിടെ ഒരു ടീമുണ്ടായിരുന്നു. അതിലൊന്നൊരു ഫാമിലി ആയിരുന്നു. അത് അവർ കാശ്മീർക്ക് പോയായിരുന്നു. പിന്നെ നമ്മൾ പോയ സമയത്ത് അവിടെ ഏതാണ്ട് ഒരു 8ഓളം ബൈക്കുകൾ വേറെ ഉണ്ടായിരുന്നു. അത് പല ടീമുകളായിട്ടായിരുന്നു അവരുണ്ടായിരുന്നത്. അതിൽ അനുവെന്ന പേരുള്ള ഒരുത്തനാണ് നമ്മളിവിടെ കുന്താപ്പൂരിൽ താമസത്തിന് വന്നത്.